ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് കളക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ കുറേ ആയിട്ട് കൂടുതൽ ഞാൻ കാണിക്കുന്നത് ഡിസ്പ്ലേസ് ആണ്, സാരി ഡിസ്പ്ലേസ് ആണ്. അപ്പോൾ കുറച്ച് പേര് പറയുന്നുണ്ട് ട്യൂട്ടോറിയൽ എന്താ കാണിക്കാത്തതെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം ഇനി ട്യൂട്ടോറിയൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇന്ന് ഒരു പുതിയ സ്റ്റിച്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളാണ്, ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ ഒരു സാരി കാണിച്ചു തരാം, അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ട്യൂട്ടോറിയൽ നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം ആദ്യം നമുക്ക് സാരി കാണാം. ഇതൊരു പിങ്ക് കളർ സാരിയാണ്. അതിൻ്റെ അകത്തൊരു ബ്ലൂയിഷ് ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് സാരി വരുന്നത്. സാരിയുടെ മുന്താണിയിൽ ഒരു കുഞ്ഞ് ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഇതുപോലെ. അപ്പം ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. നടുക്കൊരു സീക്വൻസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഒരു ഫ്രഞ്ച് നോട്ടും ചെയ്തിട്ടുണ്ട്. അതൊരു റാണി പിങ്ക് ഷെയ്ഡ് വെച്ചിട്ടാണ്. ഇപ്പോൾ ലീവ്സ് ഫ്ലവേഴ്സിലാണ് കൂടുതൽ പ്രൊജക്ഷൻ കൊടുത്തിരിക്കുന്നത്. സ്റ്റെം ആയാലും ലീവ്സ് ആയാലും ലൈറ്റർ ഷെയ്ഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റെമ്മിന് ഇവിടെ കൊടുത്തിരിക്കുന്ന ബ്രൗൺ കളറും ലീവ്സ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്, ഒരു ഒലി ഗ്രീൻ്റെ ഏറ്റവും ലൈറ്റർ ഷെയ്ഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഹെയർ ആൻഡ് ബോൺ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് മുന്താണിയിൽ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ സിംഗിൾ ഫ്ലവർ ആയിട്ട് 2 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 എണ്ണമാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിൽ ഈ 3 എണ്ണം വന്നു കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ ഫ്ലവറും കൂടെ ബാക്കിലോട്ട് പോകുന്ന പോർഷനിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഒരു സിംഗിൾ ഫ്ലവറും കൂടെ തയ്ച്ചിട്ടുണ്ട്. പിന്നെ കാലിൻ്റെ പോർഷനിലാണ്. കാലിൻ്റെ പോർഷനിൽ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇതുപോലെ തയ്ച്ചു വെച്ചിട്ടുണ്ട് കാലിൻ്റെ അവിടെ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡെയിലി വെയറിന് പറ്റിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവിൽ വന്നിട്ട് ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. സ്ലീവിൽ ഇതുപോലത്തെ തന്നെ ഒരു സിംഗിൾ ഫ്ലവറാണ് സ്ലീവിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരി റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1350 ആണ് ഇതിൻ്റെ റേറ്റ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ എംബ്രോയിഡറി എങ്ങനെയാണ് ഈ ഫ്ലവർ തയ്ക്കുന്നത്, ആ ഫ്ലവർ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അതിൻ്റെ അകത്ത് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഓരോ ലൈൻസും വന്നിരിക്കുന്നത്. സാധാരണ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നവരെയല്ല ചെയ്തിരിക്കുന്നത്, ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് നമ്മുടെ സാരിയുടെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൽ വരുന്ന ഡിസൈനാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞ് ഫ്ലവർ, ഒരു ഫ്ലവറും ലീഫും സ്റ്റെമ്മും ആയിട്ടാണ് സ്ലീവിൽ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റെം തയ്ക്കാം. സ്റ്റെം തയ്ക്കാനായിട്ട് ഞാനൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് എടുത്തിരിക്കുന്നത്. അത് 3 സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നത്. എപ്പോഴും ഒരേ സൈഡിൽ തന്നെ ത്രെഡ് വെച്ചിട്ട് വേണം സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ സിഗ്സാഗ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ സിഗ്സാഗ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് കിട്ടുക. അപ്പോൾ അത് കാണാനൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുമ്പോൾ എപ്പോഴും ത്രെഡ് ഈ റൈറ്റ് സൈഡിൽ തന്നെ വെക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ശിഖരങ്ങൾ തയ്ക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമുക്ക് തയ്ക്കാം. അത് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കണമെങ്കിൽ തയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റെം സ്റ്റിച്ച് അല്ല തയ്ച്ചിരിക്കുന്നത്, വെറുതെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റെം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ മേളിലോട്ട് നമ്മൾ നേരെ അങ്ങ് എടുത്ത് പോവുമല്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് മേളിലോട്ട് പോകണമെങ്കിൽ ഇവിടെ താത്തിയിട്ട് പിന്നെ നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ ഇവിടെ ഒന്ന് എടുത്ത് താത്തിയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് മേളിലോട്ട് പോവുക. അല്ലെങ്കിൽ ഒറ്റയടിക്ക് അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ താഴത്തെ കൂടെ ത്രെഡ് വലിയുന്ന ഒരു കാണാൻ പറ്റും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇനി ഇവിടുന്ന് മേളിലോട്ട് പോണതും ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ എവിടെയാണ്, ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് മേളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ആ ത്രെഡ് നമ്മൾ കാണും, വിസിബിളായിരിക്കും. ഇത് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ഉടക്കിയിട്ട് നമുക്ക് മേളിലോട്ട് പോകാം. ഇങ്ങനെയാണ് ഞാൻ യൂഷ്വലി പോകുന്നത്. അപ്പം താഴത്തേക്കൂടെ വലിച്ചേക്കുന്നത് ഒട്ടും കാണത്തില്ല.
ഇങ്ങനെ എടുത്തിട്ട് ഇനി ഇവിടെയോ അപ്പുറത്തെ സൈഡിലോ ഏത് സൈഡിൽ വേണമെങ്കിലും നമുക്ക് പൊക്കാം. ഇനി നമ്മൾ നോട്ടിടാം. ഇതിൻ്റെ അകത്ത് നോട്ടിടുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇത് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് വേറെ എവിടെയെങ്കിലും വർക്കും അധികം ഇല്ലാത്തത് കൊണ്ട് നോട്ടിടുമ്പോൾ വളരെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ബ്രാഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അതിലേക്കൂടെ തന്നെ മേളിൽ എവിടെയാണ് തയ്യൽ വന്നിരിക്കുന്നത് അതിലേക്കൂടെ തന്നെ താഴത്തും കൂടെ കുത്തിയെടുക്കുക ഇങ്ങനെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മേളിലപ്പോൾ ത്രെഡ് കാണുന്നുണ്ടോ നീഡിൽ കാണുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ വർക്കിൻ്റെ മേളിൽ കൂടെ ത്രെഡിൻ്റെ മേളിൽ കൂടിയാണ് നീഡിൽ പോയേക്കുന്നത്. അപ്പം വേറൊരു സ്ഥലത്തേക്ക് കൂടി അല്ല നീഡിൽ പാസ് ചെയ്തേക്കുന്നത്. അപ്പം ബ്രാഞ്ചസിൻ്റെ മേളിൽ കൂടെ തന്നെയാണ് പോയേക്കുന്നത്. അപ്പോൾ വൃത്തികേട് ഉണ്ടാവില്ല. വേറൊരു സ്ഥലത്തൊരു സ്പോട്ട് പോലെ കാണുവാണെങ്കിൽ ബ്രൗൺ സ്പോട്ട് കാണുവാണെങ്കിൽ അതൊരു വൃത്തികേടാകും. അത് പിന്നെ ഇനി ത്രെഡിൽ മാത്രമേ ഉടക്കുന്നുള്ളൂ, തുണിയായിട്ട് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടില്ല. അങ്ങനെ 2 വട്ടം നോട്ടിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ശകലം നൂല് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അധികം ഇപ്പുറത്തുനിന്ന് നോക്കുമ്പം നൂല് നീണ്ടു നിൽക്കുന്നത് കാണാനില്ലത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അപ്പം നല്ല ഫിനിഷിംഗ് ആയിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ മേടിക്കുന്ന വർക്ക് ഹാൻഡ് എംബ്രോയ്ഡറി തന്നെ മേടിക്കുന്നത് കാണുമ്പം കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പം നമുക്ക് കാണാം ഈ ചിക്കൻ കറി വർക്കിലൊക്കെ നൂലങ്ങ് നീണ്ടിരിക്കും. അവർ കെട്ടുപോലും ഇടാണ്ടങ്ങ് വിടും. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോഴേയും അതെല്ലാം വിട്ടുപോരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ലോണം മുറുക്കെ 2 വട്ടം കെട്ടിട്ടിട്ട് പറ്റയങ്ങ് കണ്ടിച്ചു കളയുക. ഒത്തിരി പറ്റ കണ്ടിക്കുകയും ചെയ്യരുത്. കണ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഊരി പോരുകയും ചെയ്യും. ഇനി നമുക്ക് ലീഫാണ് തയ്ക്കുന്നത്. ലീഫ് തയ്ക്കാനായിട്ട് നമ്മൾ ഹെയർ ഇൻ ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മേളിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഹെയർ ഇൻ ബോൺ എന്ന് പറഞ്ഞാൽ എക്സ് അങ്ങനെ ക്രോസ് ആയിട്ട് അടുപ്പിച്ച് തയ്ക്കുക. അടുപ്പിച്ച് തയ്ച്ചാൽ അത്രയും ഭംഗി, അത് ആദ്യം തയ്ച്ചാൽ അതിന് വേറൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ടിപ്പ് ചെയ്യുന്ന ഇപ്പുറത്തെ സൈഡിലോട്ടാണ് ഞാൻ ക്രോസ് ചെയ്യുന്നത്. ഇതും 3 സ്ട്രാൻഡ്സ് തന്നെയാണ്. ഒരു ഒലീവ് ഗ്രീൻ്റെയും വേറൊരു ഷെയ്ഡെന്ന് പറയാം. ആ ഒരു ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലോട്ട് അതുപോലെ ഇതിൻ്റെ 2ൻ്റെ ഇടയിൽ കൂടെ, ഇപ്പോൾ ആദ്യം രണ്ടാമത് തയ്ച്ചതിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് പോവുക. അങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഹെയർ ഇൻ ബോൺ തയ്ക്കുന്നത്. ഈ ഒരു മെറ്റീരിയലിലൊക്കെ ഒരു ലിമിറ്റ് കൂടുതൽ നമുക്ക് അടുപ്പിച്ച് തയ്ക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് അകൽച്ച അതുപോലെയുണ്ട്. അപ്പം ഒരു ലിമിറ്റ് കൂടുതൽ നമുക്ക് അടുപ്പിച്ച് തയ്ക്കാൻ പറ്റില്ല. അതേസമയത്ത് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണെങ്കിൽ നല്ല അടുപ്പിച്ച് നമുക്ക് തയ്ക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ലീഫ് തയ്ച്ചെടുക്കാം. ഇവിടുന്ന് ഇപ്പുറത്തോട്ട് ക്രോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ ത്രെഡിൻ്റെയും രണ്ടാമത്തെ ഇപ്പോൾ തയ്ച്ച ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് ക്രോസ് ചെയ്യുക. ഇത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ലീഫ് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലവറാണ് തയ്ക്കുന്നത്. ഫ്ലവർ തയ്ക്കാനായിട്ട് 6 സ്ട്രാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ബ്ലൂയിഷ് ഗ്രീൻ ഒരു കളറാണ്, ഡാർക്ക് ബ്ലൂയിഷ് ഗ്രീൻ കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സർക്കിൾ കാണുന്നുണ്ട്. 2 സർക്കിൾ വരയ്ക്കണമെന്നില്ല. ഇതെനിക്കൊന്ന് നിങ്ങൾക്കും കൂടെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് തൊട്ട് മേളിൽ നിന്ന് തന്നെ, ആ പോയിൻറ്റിൽ നിന്നല്ല, തൊട്ട് മേളിൽ നിന്ന് തന്നെ ഈ ആദ്യത്തെ സർക്കിളിൻ്റെ അവിടെ നമ്മൾ പൊക്കുകയാണ് ഇങ്ങനെ. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് എന്ന ട്വിസ്റ്റഡ് ചെയിനായിട്ട് നമ്മൾ വയ്ക്കുന്നു സൂചിയുടെ മേളിൽ കൂടെ. എന്നിട്ട് വലിക്കുന്നു. വീണ്ടും ഉടനെ തന്നെ നമ്മൾ എവിടെയാണ് ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് ആണെങ്കിൽ ഇവിടെ നമ്മൾ താത്തും, അല്ലെങ്കിൽ ലേസി ഡേസി ആണെങ്കിൽ ഇവിടെ നമ്മൾ താത്തും. അതിന് പകരം ആ ഒരു പോയിൻറ്റിൽ നിന്ന് തന്നെ വീണ്ടും മേളിലോട്ട് ഔട്ടർ സർക്കിളിൻ്റെ അവിടെ പൊക്കുന്നു. വീണ്ടും ഇതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നു. ഇപ്പോൾ 2 വട്ടം. ഇപ്പോൾ ഇതൊരു പെറ്റലിൻ്റെ ഇതുവരെ 3 വട്ടം തയ്ക്കുമ്പോൾ ഒരു പെറ്റലാക്കുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. വീണ്ടും അടുപ്പിച്ച് തന്നെ വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുക.
ഒരു വട്ടം ട്വിസ്റ്റഡ് ചെയിൻ തയ്ച്ചു, വീണ്ടും അവിടെ കുത്തി കുറച്ചൊന്ന് മാറ്റി വീണ്ടും ഇതുവരെ തന്നെ അകത്തി വയ്ക്കുന്നു. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് തയ്ക്കാൻ അറിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോ പാറ്റേൺസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ബോർഡർ സ്റ്റിച്ചായിട്ട് യൂസ് ചെയ്യാം, ഫ്ലവർ തയ്ക്കാൻ യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതിപ്പോൾ ഈ ഒരു ഫ്ലവർ പാറ്റേൺ അല്ലാണ്ട് അടുപ്പിച്ച് തയ്ക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ 3 സ്ട്രെയിറ്റ് ലൈൻ തയ്ച്ച് ഒരു പെറ്റലാക്കുകയാണ്. ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു പെറ്റൽ വരുന്നത് ഫ്ലവറിൻ്റെ. ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ഡിസൈൻ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഈ ഒരു പാറ്റേൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ കണ്ടിന്യൂസ് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്താൽ അത് വേറൊരു പാറ്റേണായി മാറും. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇനി അടുത്തതൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത പെറ്റൽ. അങ്ങനത്തെ 5 പെറ്റൽസാണ് ഒരു ഫ്ലവറിൽ ഞാൻ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത പെറ്റൽ ഇതുപോലെ തന്നെ കുറച്ച് അകത്തി നമ്മൾ തയ്ക്കും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പെറ്റൽസ് എല്ലാം നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ ട്വിസ്റ്റഡ് ചെയിൻ വെച്ചിട്ട് ഒരു ഫ്ലവർ തയ്ച്ചിട്ടുണ്ട്. 5 പെറ്റലുള്ള ഒരു ഫ്ലവർ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററാണ്. സെൻറ്ററിൽ നമ്മൾ സീക്വൻസ് ആണ് വെക്കുന്നത്. ഇതുപോലത്തെ ഒരു സീക്വൻസ് ആണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ സീക്വൻസിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഓരോ ഫ്രഞ്ച് നോട്ട് തയ്ക്കുന്നുണ്ട്. അത് ഞാൻ തയ്ക്കുന്നത് റാണി പിങ്ക് കളറും കൊണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് റാണി പിങ്ക് കളർ 2 സ്ട്രാൻഡ്സ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് സെൻറ്ററിൽ എടുക്കാം. ഇതിങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് ഇതുപോലെ എടുത്തു. ഇനി നമ്മൾ ഇത് 2 സ്ട്രാൻഡ്സ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫ്രഞ്ച് നോട്ട് എടുക്കാനായിട്ട് കുഞ്ഞു പൊട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു 2-3 വട്ടം ചുറ്റുന്നു. ഞാനിപ്പം 4 വട്ടം ചുറ്റിയിട്ടാണ് ഫ്രഞ്ച് നോട്ട് താത്തുന്നത്. അപ്പം ഒത്തിരി മുറുക്കെ ചെയ്താൽ ഈ ഹോളിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മുടെ ഫ്രഞ്ച് നോട്ട് താഴത്തോട്ട് ഇറങ്ങിപ്പോകും. കണ്ടോ, ഇങ്ങനെയാണ് തയ്ക്കുന്നത്. അപ്പം ഇത് സാരിയുടെ തന്നെ ഡാർക്കർ ഷെയ്ഡ് റാണി പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.